വെറും ഒരു ഇഡ്ലിയുടെ പേരിൽ പാലക്കാട് രാമശ്ശേരി എന്ന സ്ഥലം പ്രശസ്തമാണ്. പാലക്കാടാണ് ഞാൻ ജനിച്ചു വളർന്നതെങ്കിലും ഇന്നേ വരെ രാമശ്ശേരി ഇഡ്ലി കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. 150 വർഷത്തിനു മേലെ പഴക്കമുള്ള ശ്രീ സരസ്വതി ടീ സ്റ്റാൾ രാമശ്ശേരി ഇഡ്ലിയുടെ പേരിൽ പ്രശസ്തമാണ്. രാമശ്ശേരി ഇഡ്ലിയുടെ രഹസ്യ പാചക രീതി കുടുംബങ്ങൾ പാരമ്പര്യമായി കൈമാറിയതാണ്. മറ്റ് ഇഡ്ലി പാത്രങ്ങൾക്ക് പകരം കലത്തിൽ വെള്ളം വെച്ച് മൺതട്ടിൽ നൂല് മുഴുവനായി കെട്ടി നനഞ്ഞ തുണിയിൽ മാവൊഴിച്ച് ദോശ പോലെ ഇഡ്ലി ചുട്ട് മേലേക്ക് മേലെ ഇങ്ങനെ ചുട്ട് ഒരു കലം ഇറക്കി വെച്ച് ആവിയിൽ വേവിച്ചാൽ രാമശ്ശേരി ഇഡ്ലി റെഡിയായി. 10 കിലോ അരിയിൽ 2 കിലോ ഉഴുന്നും കുറച്ച് ഉലുവയും ചേർത്ത് അരച്ചാണ് ഈ മാവ് തയ്യാറാക്കുന്നത്. സരസ്വതി അമ്മയുടെ കടയിൽ ഏത് സമയത്ത് പോയാലും ഇഡ്ലി കിട്ടുംട്ടോ. തിങ്കൾ തൊട്ട് വ്യാഴം വരെ സാധാരണ തിരക്ക് കുറവാണത്രേ. ഇഡ്ലിയുടെ കൂടെ ചട്ടിയും ചമ്മന്തിയും ഇഡ്ലിപ്പൊടിയും സാമ്പാറും ഒഴിച്ചാണ് തരുന്നത്. കൂടാതെ കടികളിൽ ബജ്ജിയും പഴംപൊരിയും ഉഴുന്നുവടയും ലഭ്യമാണ്. എപ്പോ വന്നാലും യഥേഷ്ടം വാങ്ങി കഴിക്കാൻ സാധിക്കും. ഇത് കേവലം ഒരു ഇഡ്ലിയല്ല, ഇത് പാലക്കാട്ട് ചരിത്രവും പാരമ്പര്യവും ചേർന്ന രുചിയാണ്. പാലക്കാട് വന്നിട്ട് രാമശ്ശേരി ഇഡ്ലി ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. സോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് എലപ്പുള്ളി സ്കൂളിന്റെ ഓപ്പോസിറ്റ് രാമശ്ശേരി എന്ന ഗ്രാമത്തിലാണ്. അപ്പൊ ടീം ചോട്ടുമോട്ടു സൈനിങ് ഓഫ്.